नमस्ते। आज की कक्षा में सबको स्वागत। आज एक नया पाठ है, एक नई कहानी है। एस.आर. हर्नट ने लिखी हुई M.com नामक कहानी है। एस.आर. हर्नट, लेखक परिचय। ग्रामीण अंचल की कहानियों का जब भी जिक्र हुआ, प्रायः उत्तरांचल और विशेषकर हिमाचल प्रदेश की रचनात्मकता का जिक्र अपेक्षाकृत काफ़ी कम हुआ। ഇപ്പോൾ എസ്.ആർ. ഹർനട്ടിൻ്റെയാണ് ജനനം ഇതിൽ കൊടുത്തിട്ടുണ്ട്. 1955 1955 ജനിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇതിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ഗ്രാമീൺ അഞ്ചൽ കി കഹാനിയോം കാ ജബ് ബി ജിക്ർ ഹുവ. ജിക്ർ എന്ന് പറഞ്ഞാൽ വർണ്ണൻ. ഇപ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും ഗ്രാമീണരുടെ കഥകൾ കുറിച്ച് നമ്മൾ എപ്പോഴെങ്കിലും വർണ്ണിക്കുകയാണെങ്കിൽ, प्रायः उत्तरांचल और विशेषकर हिमाचल प्रदेश की रचनात्मकता का जिक्र अपेक्षाकृत काफ़ी कम हुआ. നമ്മൾ ഗ്രാമീണരെക്കുറിച്ച് അല്ലെങ്കിൽ ഗ്രാമീണ അന്തരീക്ഷത്തെക്കുറിച്ചുള്ള കഥകൾ നമ്മൾ വർണ്ണിക്കുകയാണെങ്കിൽ മിക്കവാറും ഉത്തരാഞ്ചൽ, അതുപോലെ തന്നെ വിശേഷിച്ച് ഹിമാചൽ പ്രദേശ് തുടങ്ങിയ സ്ഥലങ്ങളിലെ പ്രദേശ് രചനാത്മകത ക ജിക്ർ, അവിടെയുള്ള രചനകളെക്കുറിച്ചുള്ള വർണ്ണന എന്ന് പറയുന്നത് അപേക്ഷാകൃത കം ഹുവാഹി, മറ്റുള്ള പ്രദേശങ്ങളെ അപേക്ഷിച്ച് വളരെയധികം കുറവായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഉത്തരാഞ്ചൽ അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള രചനകളെക്കുറിച്ച് വർണ്ണിക്കുകയാണെങ്കിൽ അത് ഇവിടെ പറയുന്നത് വളരെ കുറച്ച് മാത്രമാണ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള കഥകൾ നമുക്ക് വർണ്ണിക്കാനായിട്ട് സാധിക്കാറുള്ളൂ. इन प्रदेशों के लेकर पर्यटक की डायरियाँ और प्रकृति के वैभव के संस्मरण अधिक है. ഇപ്പോൾ ഇവിടെ പറയുന്നത് എങ്ങനെ? ഇൻ പ്രദേശമൊക്കെ ലേഖ. അപ്പോൾ ഈ പ്രദേശങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ പര്യടക് ഡയറിയ, പര്യടക് എന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റുകളുടെ ഡയറികൾ, അതുപോലെ തന്നെ പ്രകൃതിക്ക് വൈഭവ്സ് കെ സംസ്മരൺ, പ്രകൃതി വിഭവങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ അല്ലെങ്കിൽ പ്രകൃതിയുടെ വൈഭവത്തെക്കുറിച്ചുള്ള നമ്മുടെ ഓർമ്മകൾ, അതെല്ലാം വളരെ അധികമായിട്ടാണ് പറയുന്നത്. इधर की पीढ़ी की चर्चा करें तो एस.आर. हर्नट, शायले और अन्य लेखकों ने एक खूबसूरत प्रदेश के प्राकृतिक वैभव के पीछे वहाँ सर्वहारा वर्ग की तकलीफ़ों को अपनी रचनाओं का विषय बनाया. इधर की पीढ़ी की चर्चा करें तो നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷനെ കുറിച്ചുള്ള ചർച്ചകൾ നടത്തുകയാണെങ്കിൽ, തലമുറയെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്തുകയാണെങ്കിൽ എസ്.ആർ. ഹർനട്ട്, അതുപോലെ തന്നെ ശൈലേയെ, അതുപോലെ അന്യ ലേഖകോംനെ, മറ്റുള്ള ലേഖകന്മാർ ഏക് ഖൂബസൂരത്ത് പ്രദേശ് കെ, ഒരു മനോഹരമായ ഒരു പ്രദേശത്തിൻ്റെ പ്രകൃതി വൈഭവ് കെ പീച്ചെ, ആ പ്രദേശത്തിൻ്റെ നാച്ചുറൽ റിസോഴ്സസിന് പിന്നാലെ നമ്മൾ പോവുകയാണെങ്കിൽ വഹാം സർവഹാര വർഗ കി തക്ലീഫോം, തക്ലീഫ് എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാട്, ബുദ്ധിമുട്ട്. സർവഹാര വർഗം എന്ന് പറഞ്ഞാൽ ഗരീബ് ലോക അല്ലെങ്കിൽ ദരിദ്രരായിട്ടുള്ള ആളുകളുടെ തക്ലീഫോം കോ, ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ, അവരനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ, അതാണ് അപ്നി രചനാക്കോ വിഷയപനായ, അവരുടെയൊക്കെ രചനകളിലെ വിഷയമായി മാറിയിട്ടുള്ളത്. ഏതൊക്കെ ലേഖകന്മാരുടെ? എസ്.ആർ. ഹർനട്ട്, ശൈലേ തുടങ്ങിയ മറ്റ് ലേഖകന്മാർ അവരുടെ ഒരു മനോഹരമായ പ്രദേശത്തിൻ്റെ പ്രകൃതി വൈഭവത്തിൻ്റെ പിന്നാലെ പോവുകയാണെങ്കിൽ അവിടുത്തെ ഏറ്റവും താഴേക്കിടയിൽ കിടക്കുന്ന ദരിദ്രരായിട്ടുള്ള ആളുകളുടെ ബുദ്ധിമുട്ടുകളാണ് അവരവരുടെ രചനകളുടെ വിഷയമായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ തലമുറയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ, ഇന്നത്തെ തലമുറയിൽപ്പെട്ട ഒരു എഴുത്തുകാരനാണ് എസ്.ആർ. ഹർനട്ട്. അപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യം, അതായത് കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ താഴേക്കിടയിൽ കിടക്കുന്ന ജനവിഭാഗങ്ങളിലെ ബുദ്ധിമുട്ടുകളാണ് അവരവരുടെ രചനകളുടെ വിഷയമായിട്ട് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താ പറയുക, നമ്മൾ താഴേക്കിടയിൽ കിടക്കുന്ന
വർഗം ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ. അവർ എന്നും താഴേക്കിടയിൽ തന്നെ കിടക്കുകയാണ്. അവർക്ക് ഉന്നമനത്തിനുള്ള ഒരു സാധ്യതയില്ലാതെ അവരെപ്പോഴും താഴേക്കിടയിൽ കിടക്കുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് അതിൽ പറയുന്നത്. एस.आर. हॉर्नेट के पास हिमाचल प्रदेश के प्राकृतिक वैभव को देखने की आंखें हैं तो वहाँ के सर्वहारा वर्ग की पीड़ा को समझने के लिए एक बेचैन संवेदनशील मन भी है. എസ്.ആർ. ഹർനറ്റിൻ്റെ അടുത്ത് ഹിമാചൽ പ്രദേശിലെ പ്രകൃതി വൈഭവത്തെക്കുറിച്ച് നോക്കാനായിട്ട് അത് നോക്കിക്കാണാനായിട്ടുള്ള കണ്ണുകളുണ്ടെന്നുണ്ടെങ്കിൽ അവിടുത്തെ തന്നെ സർവഹാരവർഗയ്ക്ക് പീഡാക്കോ, അവിടുത്തെ ദരിദ്രരായിട്ടുള്ള അല്ലെങ്കിൽ ദളിതരായിട്ടുള്ള ആളുകളുടെ വേദനകൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഏക്ക് ബേച്ചേൻ സംവേദനശീൽ മൻബിഹി, അവരുടെ ദരിദ്രരായിട്ടുള്ള ആളുകളെ, പാവപ്പെട്ട ആളുകളുടെ വേദന മനസ്സിലാക്കുന്നതിനായിട്ടുള്ള ഒരു അസ്വസ്ഥമായിട്ടുള്ള അനുഭവങ്ങളുള്ള മനസ്സ് എസ്.ആർ. ഹർനോട്ടിന് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അവരുടെ ഹിമാചൽ പ്രദേശിലെ ആളുകളുടെ ബുദ്ധിമുട്ടുകൾ കാണാനായിട്ടുള്ള കണ്ണുണ്ടെന്നുണ്ടെങ്കിൽ അവിടുത്തെ തന്നെ, അല്ലെങ്കിൽ അവിടുത്തെ പ്രകൃതി സൗന്ദര്യത്തെ അല്ലെങ്കിൽ പ്രകൃതി വൈഭവത്തെ കാണാനുള്ള ഒരു കണ്ണുണ്ടെന്നുണ്ടെങ്കിൽ അവിടുത്തെ തന്നെ ഏറ്റവും താഴേക്ക് കിടക്കുന്ന ദരിദ്രരായിട്ടുള്ള ആളുകളുടെ വേദന മനസ്സിലാക്കാനുള്ള ഒരു അനുഭവങ്ങളുള്ള ഒരു മനസ്സുകൂടി അദ്ദേഹത്തിന് ഉണ്ട് എന്നാണ് പറയുന്നത്. സഹാനുഭൂതിയോടുകൂടി അല്ലെങ്കിൽ അനുഭവങ്ങളുടേതായിട്ടുള്ള ഒരു മനസ്സ് അദ്ദേഹത്തിനുണ്ട്. यही कारण है कि उनके पास सांस्कृतिक अस्मिता के आगे धर्म की सीमा रेखा के भीतर ही अपने सरल मन के साथ दमसने का साहस है. दमसना എന്ന് പറഞ്ഞാൽ ആഴ്ന്നിറങ്ങുക. यही कारण है कि उनके पास सांस्कृतिक अस्मिता के आगे धर्म की सीमा रेखा के भीतर ही. സാംസ്കൃതിക് അസ്മിത എന്ന് പറഞ്ഞാൽ സാംസ്കാരികമായിട്ടുള്ള നിലനിൽപ്പ്. ഇതിൻ്റെ കാരണം ഇതാണ്, അതായത് അദ്ദേഹത്തിന് സാംസ്കാരികമായിട്ടുള്ള ആ നിലനിൽപ്പ് കഴിഞ്ഞാൽ പിന്നെ അവിടെ വരുന്നത് എന്താണ്, ധർമ്മിക്ക് സീമാരേഖയ്ക്ക് ഭീതർഹി, അതായത് മതത്തിൻ്റേതായിട്ടുള്ള ആ അതിർവരുമ്പുകളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ, ധർമ്മിക്ക് സീമാരേഖയ്ക്ക് ഭീതർഹി, അതായത് മതത്തിൻ്റേതായിട്ടുള്ള റിലീജിയൻ്റേതായിട്ടുള്ള സീമാരേഖയ്ക്ക് ഭീതർഹി, ആ ഒരു അതിർത്തി രേഖയുടെ ഉള്ളിൽ നിന്ന് അപ്പനെ സരൽ മൻ കെ സാത്ത്, അദ്ദേഹത്തിൻ്റെ വളരെ സരളമായിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെതായ ശൈലിയിലെ സരളമായ മനസ്സോടുകൂടി, ലളിതമായ മനസ്സോടുകൂടി ദംസ്നേക്ക സാഹസ്, അതിലേക്ക് ആഴ്ന്നിറങ്ങാനുള്ളൊരു ധൈര്യം അദ്ദേഹത്തിനുണ്ട്. അതായത് സാംസ്കാരികമായിട്ടുള്ള നിലനിൽപ്പിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ മതത്തിൻ്റെ സീമാരേഖയ്ക്കുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ മനസ്സ് ഇവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലേക്ക്, പാവങ്ങളുടെ കഷ്ടപ്പാടുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ഒരു ധൈര്യവും എസ്.ആർ. ഹർനറ്റിന് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവരുടെ വേദനകൾ മനസ്സിലാക്കാനുള്ള ഒരു മനസ്സ് അദ്ദേഹത്തിനുണ്ടെന്ന് പറയുന്നുണ്ട്. ആസ്ഥ और पाखंड को वे बहुत कुशलता से विभाजित करते हैं. ആസ്ഥ വിശ്വാസം, ബിലീഫ്, അതുപോലെ തന്നെ പാഖണ്ഡ് എന്ന് പറഞ്ഞാൽ അനാചാരങ്ങൾ, ദുരാചാരങ്ങൾ. വേ ബഹുത്ത് കുശലദാസെ വിഭാജിത് കർത്തേ ഹി, അതായത് വിശ്വാസം അതുപോലെ തന്നെ അനാചാരം തുടങ്ങിയവ അദ്ദേഹം വളരെയധികം സമർത്ഥമായിട്ട് തന്നെ അതിനെ അദ്ദേഹം വിഭജിച്ചിരുന്നു. കുച്ച് ഇസ് അനൂട്ടെ കൗശൽ സേ കി ഉൻകി ധാർമ്മിക സാംസ്കൃതിക ആസ്ഥായെ സുരക്ഷിത് ബി രഹേ और പാഖണ്ഡ് സദ പർ ആകെ. അനൂട്ടെ എന്ന് പറഞ്ഞാൽ അപൂർവമായിട്ടുള്ള, വളരെ റെയറായിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ ഇങ്ങനെയുള്ള വളരെ അപൂർവമായിട്ടുള്ള സാമർഥ്യം കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മതപരമായിട്ടുള്ളതും സാംസ്കാരികമായിട്ടുള്ള വിശ്വാസങ്ങൾ സുരക്ഷിതമായിട്ട് തന്നെ ഇരുന്നിരുന്നത്. മതപരമായിട്ടുള്ള വിശ്വാസങ്ങളായാലും സാംസ്കാരികമായ വിശ്വാസങ്ങളും വളരെ സുരക്ഷിതമായിട്ട് അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള വളരെ അപൂർവമായിട്ടുള്ള സാമർഥ്യം കൊണ്ട് അതിനെ സുരക്ഷിതമായി വെക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. അവർ പാഖണ്ഡ് സദ പ്രാകയെ, ഇങ്ങോട്ട് അനാചാരം എന്ന് പറയുന്നത് അതിൻ്റെ ഉപരിതലത്തിലേക്ക് എത്തുകയും ചെയ്തു. അപ്പോൾ മതപരമായ വിശ്വാസം അതുപോലെ തന്നെ സാംസ്കാരികമായിട്ടുള്ള വിശ്വാസം ഇതെല്ലാം സുരക്ഷിതമായിട്ട് അതിനെല്ലാം കാത്തു സൂക്ഷിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. എന്നാൽ അനാചാരങ്ങളെ പുറത്തു കൊണ്ടുവരാനായിട്ട് അദ്ദേഹം ശ്രമിക്കുകയും ചെയ്തു.
धर्म और आस्था के नाम पर जो हिमाचल प्रदेश में नए सिरे से पुरानी परंपराओं को निज और व्यावसायिक हित में उपयोग के षड्यंत्र की निर्लज ललक बड़ी है। हरनोट उस फरेब को बहुत सहूलियत से महीन तार की बांधी खींच कर बाहर लाते हैं. വലിയൊരു സെൻറ്റൻസ് ആണ്. അതായത് ധർമ്മ ഔർ ആസ്ഥ നാം പർ, മതം അതുപോലെ തന്നെ വിശ്വാസം, ഇതിൻ്റെ രണ്ടിൻ്റെയും പേരിൽ जो हिमाचल प्रदेश में नए सिरे से पुरानी परंपराओं को, ഹിമാചൽ പ്രദേശിലെ പുതിയൊരറ്റത്തു നിന്ന് പുരാനി പരമ്പരാവോക്കോ പഴയ പാരമ്പര്യങ്ങളെ, ഒരറ്റത്തു നിന്ന് പഴയ പാരമ്പര്യങ്ങളെ നിജർ വ്യവസായ ഹിതമേ ഉപയോഗ കർണേക്ക്, വളരെ സ്ഥിരമായിട്ട് അതുപോലെ തന്നെ വ്യാവസായികമായിട്ടുള്ള ആഗ്രഹത്തിനനുസരിച്ച് ഉപയോഗിക്കാനുള്ള ഷഡ്യന്ത്ര, ഗൂഢാലോചന, അതിന് ഗൂഢാലോചനയുടെ നിർലജ് ലലക് ബടിഹെ, ഒരു നാണവുമില്ലാതെ ലജ്ജയില്ലാത്ത ലലക് ബടിഹെ, ആഗ്രഹം അവിടെ വർദ്ധിച്ചു. ഇവിടെ മതത്തിൻ്റെ പേരിലായാലും വിശ്വാസത്തിൻ്റെ പേരിലായാലും ഹിമാചൽ പ്രദേശിലെ പഴയ പാരമ്പര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട്, പഴയ പാരമ്പര്യങ്ങളുണ്ടായിരുന്ന ആ പാരമ്പര്യങ്ങളെല്ലാം വ്യാവസായികമായിട്ടുള്ള ആഗ്രഹത്തിന് വേണ്ടി ഉപയോഗിക്കാനുള്ള ഗൂഢാലോചന, ഒരു നാണവുമില്ലാതെ അതിനെ, ആ ആഗ്രഹത്തോടെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ആളുകൾ ചെയ്തിരുന്നത്. ഹർനോട്ട് ഉസ് ഫരേബ് കോ ബഹുത് സഹൂലിയത്ത് സേ, ഹർനോട്ട് ആ ചതിയെ, ആ വഞ്ചനയെ, ആ കാപട്യത്തെ, ഫരേബ് ചതിയെ, ബഹുത്ത് സഹൂലിയത്ത് സേ, വളരെയധികം പ്രാധാന്യത്തോടു കൂടിയിട്ട്, ബഹുത്ത് പ്രധാനതാസേ, മഹീൻ താർ കി ബാന്തി, മഹീൻ എന്ന് പറഞ്ഞാൽ നേരിയ, സൂക്ഷ്മമായിട്ടുള്ള, ബാരീഖ്, മഹീൻ താർ കി ബാന്തി, നേരിയ അല്ലെങ്കിൽ സൂക്ഷ്മമായ ഒരു കമ്പി പോലെ അല്ലെങ്കിൽ ഒരു നൂല് പോലെ അതിനെ ഖീഞ്ച് കർ ബാഹർലാത്തെ ഹേ, അതിനെ വലിച്ചു പുറത്തേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ആളുകളോട്, ഹിമാചൽ പ്രദേശിലെ പാവപ്പെട്ട ആളുകളോട് കാണിക്കുന്ന ചതി, വഞ്ചന, അതിനെല്ലാം അദ്ദേഹം അതിൻ്റേതായ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു നൂലല്ലെങ്കിൽ ഒരു ചരടെടുത്ത് അല്ലെങ്കിൽ ഒരു നേരിയ കമ്പി എടുത്ത് നമ്മൾ പുറത്തേക്ക് വലിച്ചെറിയുന്നത് പോലെ, വലിച്ചു കൊണ്ടുവരുന്നത് പോലെ അവർ നടത്തിയിരുന്ന എന്താ പറയുക, ചൂഷണങ്ങൾ, അനാചാരങ്ങളെല്ലാം പുറത്തു കൊണ്ടുവരാനായിട്ട് അദ്ദേഹം ശ്രമിച്ചിരുന്നു എന്ന് പറയുന്നത്. മതത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അനാചാരങ്ങളെ പുറത്തു കൊണ്ടുവരാനായിട്ട് അദ്ദേഹം ശ്രമിച്ചു. विकास के नाम पर पहाड़ों पर जो विनाश की शुरुआत हो रही है, हर नोट न सिर्फ उससे व्याकुल होते हैं बल्कि वे उसके कारक तत्वों तक पहुँचते हैं. ഇവിടെ പറയണേ, അതായത് വികസനം എന്ന പേരിൽ, നേരത്തെ പറഞ്ഞ മതം വിശ്വാസം എന്നുള്ള പേരിൽ, അതുപോലെ തന്നെ വികസനത്തിൻ്റെ പേരിൽ ഹിമാചൽ പ്രദേശിലെ ആ മലമുകളിൽ ജോ വിനാശ് കി ശുരുവാത്ത് ഹോ രഹി ഹേ, ആ പർവ്വതങ്ങളിലൊക്കെ, പർവ്വത പ്രദേശത്ത് വിനാശത്തിൻ്റേതായിട്ടുള്ള ആരംഭം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, വിനാശത്തിലേക്കുള്ള പോക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഹർനോട്ട് സിർഫ് ഉസ്സേ വ്യാകുൽ ഹോത്തെ ഹേ, അദ്ദേഹം ആ വിനാശത്തെ മുൻനിർത്തിക്കൊണ്ട്, അതിനെ കണ്ടുകൊണ്ട് അദ്ദേഹം ഒരിക്കലും ദുഃഖിച്ചിരിക്കുകയല്ല ചെയ്തത്. നേരെ മറിച്ച് വേ ഉസ്കെ കാരക് തത്വം തക് പഹുഞ്ചത്തെ ഹേ, നേരെ മറിച്ച് അങ്ങനെ ഒരു കാര്യം കേട്ടപ്പോൾ അദ്ദേഹം വിനാശത്തിൻ്റെ പാതയിലേക്ക് പോകുന്നത് കണ്ടിട്ട് അദ്ദേഹം വിഷമിച്ചിരിക്കുകയല്ല ചെയ്തത്. നേരെ മറിച്ച് അതിന് കാരണമായിട്ടുള്ള തത്വങ്ങളിലേക്ക് അദ്ദേഹം എത്തിച്ചേരുകയാണ് ചെയ്തത്. എന്തുകൊണ്ടാണ് അവിടെ ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് അതിലുള്ള കാരണങ്ങൾ അന്വേഷിച്ചതിന് പിന്നാലെ പോവുകയാണ് അദ്ദേഹം ചെയ്തത്. അല്ലാതെ അങ്ങനെ ഒന്ന് അറിഞ്ഞ് വിഷമിച്ച് ദുഃഖിച്ചിരിക്കുകയല്ല അദ്ദേഹം ചെയ്യുന്നത്. വേ കിസി സാംഘടനിക് പ്രതിബദ്ധത സേ ബാധിത് ഹുए बगैर अपनी आस्थाओं को प्रकट करते हैं, जहाँ अंततः सर्वहारा के प्रति उसकी पक्षधरता भी स्पष्ट नजर आती है और वे कहानी के रजाव की नष्ट भी नहीं होने देते. वे किसी സാംഘടനിക പ്രതിബദ്ധത സേ, അദ്ദേഹം ഏതെങ്കിലും സംഘടനാപരമായിട്ടുള്ള പ്രതിബദ്ധതയോടുകൂടിയിട്ട്, പ്രതിബദ്ധത സേ ബാധിത് ഹുയെ, സംഘടനാപരമായ പ്രതിബദ്ധതയാൽ തടസ്സപ്പെടുത്തിക്കൊണ്ട്, ബഗേർ അപ്നി ആസ്ഥാओं को प्रकट करते हैं,
അദ്ദേഹത്തിൻ്റെ അതായത് തടസ്സങ്ങളൊന്നും കൂടാതെ തന്നെ സംഘടനാപരമായിട്ടുള്ള തടസ്സങ്ങളൊന്നും തന്നെ കൂടാതെ കെ ബഗേർ എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് ബിന കൂടാതെ അപ്നി ആസ്തവക്കോ അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തെ അദ്ദേഹം പ്രകടമാക്കിയിരുന്നു. ജഹ അന്തതഃ സർവഹാരക്കെ പ്രതി അതുപോലെ തന്നെ ഏറ്റവും പാവപ്പെട്ട ആളുകളോട് അല്ലെ ദരിദ്രനായ ആളുകളോട് എനിക്ക് പക്ഷധരത ബി സ്പഷ്ട നസറാത്തിഹി അദ്ദേഹത്തിന് പാവങ്ങളോടുള്ള അനുഭാവം അതും സ്പഷ്ടമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. और वे कहानी के रजाओं को नष्ट भी नहीं होने देते അദ്ദേഹം കഥയുടെ സൃഷ്ടിയെ അല്ലെങ്കിൽ ആ കഥാരചനയെ ഒരിക്കലും നഷ്ടപ്പെടുത്തുകയും അദ്ദേഹം ചെയ്തില്ല. वे विचार आस्था और संवेदना के संतुलन को साधने का प्रयास करते हैं അദ്ദേഹം ചിന്ത വിശ്വാസം അനുഭവം ഇതിനെല്ലാം ബാലൻസ് ചെയ്തുകൊണ്ട് സാധനയൊക്കെ പ്രയാസ് കർത്തേ ഹേ അതിലേക്ക് എത്തിച്ചേരാൻ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള ശ്രമമാണ് അദ്ദേഹം ചെയ്തിരുന്നത്. പ്രയാസ് കർണ കോശിഷ് കർണ ശ്രമിക്കുക. അപ്പം അദ്ദേഹത്തിൻ്റെ ചിന്തകൾ വിചാരങ്ങൾ വിശ്വാസം അനുഭവങ്ങൾ ഇതിനെല്ലാം ബാലൻസ് ചെയ്തുകൊണ്ട് ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. ഉൻകെ പാസ് ഏക് സരൽ പഹാടി മൻ ഹേ ജിസ്കി തരൽ സംവേദന ഉൻകി കഹാനിയോ കി പ്രാണവായു ഹേ. ഇനി അദ്ദേഹത്തിന് എന്തുണ്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ വളരെ ലളിതമായിട്ടുള്ള മലമുകളിലെ ആളുകളുടേതായിട്ടുള്ളൊരു മനസ്സാണുള്ളത്. പഹാടി ലോക്കമ്മൻ ഹേ പർവ്വതങ്ങളിൽ മലകളിൽ താമസിക്കുന്ന ആളുകളുടേതായിട്ടുള്ളൊരു മനസ്സാണ് ഉള്ളത്. ജിസ്കി തരൽ സംവേദന അവരുടെ വളരെ ലളിതമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ അനുഭവങ്ങൾ അതെല്ലാം എനിക്ക് കഹാനിയോ കി പ്രാണവായു ഹേ അദ്ദേഹത്തിൻ്റെ കഥകളിലെ പ്രാണവായു എന്ന് പറയുന്നത് പഹാടി ലോക മൻ ഹേ और उसकी संवेदना है അവരുടെ അനുഭവങ്ങൾ. പ്രമുഖ രചനായെ പഞ്ച ആകാശ് ബേൽ पीठ पर पहाड़ दारोश तथा अन्य कहानियाँ लिटन ब्लॉक गिर रहा है तथा श्रीमती सरोज वशिष्ठ द्वारा अंग्रेजी में अनुवादित 14 कहानियों का संग्रह माफिया हिडिम्ब हिमाचल के मंदिर और उनसे जुड़ी लोक कथाएं. അപ്പം അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട രചനകളുടെ പേരാണ് ഇതിൽ പറയുന്നത്. പഞ്ച ആകാശ് ബേൽ പീഠ് പർ പഹാഡ് അതുപോലെ തന്നെ ദാരോഷ് തഥാ അന്യ കഹാനിയ ലിറ്റൻ ബ്ലോക്ക് ഗിർ രഹാ ഹേ അതുപോലെ ശ്രീമതി സരോജ് വസിഷ്ഠ മുഖേന എഴുതിയിട്ടുള്ള ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട 14 കഥകളിലെ സമാഹാരമായിട്ടുള്ള മാഫിയ. ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട 14 കഥകളുടെ ഒരു സമാഹാരം പേര് മാഫിയ എന്നാണ്. ശ്രീമതി സരോജ് വസിഷ്ഠാണ് അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഹിഡിംബ് ഹിമാചൽ കെ മന്ദിർ और उनसे जुड़ी लोक कथाएं. ഹിഡിംബ് എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശിലെ അമ്പലങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതുമായി ചേർന്ന് പോകുന്ന കുറച്ച് ലോകകഥ എന്ന് പറഞ്ഞാൽ നാടൻ കഥകൾ. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ രചനകൾ. हार्नोट के कार्यक्षेत्र में प्रदेश तथा देश से प्रकाशित होने वाले हिंदी के समाचार पत्रों एवं पत्रिकाओं में इतिहास संस्कृति लोकजीवन और विविध विषयों पर नियमित लेखन. हार्नोटिൻ്റെ പ്രവർത്തന മേഖലയിൽ പ്രദേശ് തഥാ ദേശ് സെ പ്രകാശിത് ഹോനെ വാലെ സ്വന്തം പ്രദേശത്തും അതുപോലെ രാജ്യത്തും പബ്ലിഷ് ചെയ്തിട്ടുള്ള ഹിന്ദിക്ക് സമാചാർ പത്രം ഹിന്ദിയുടെ ന്യൂസ് പേപ്പറുകൾ അതുപോലെ പത്രികാവോ മാഗസിനുകൾ അതിൽ ഇതിഹാസ് സംസ്കൃതി ലോകജീവൻ ഇതിഹാസം എന്ന് പറഞ്ഞാൽ ചരിത്രം ഹിസ്റ്ററി സംസ്കൃതി എന്ന് പറഞ്ഞാൽ കൾച്ചർ സംസ്കാരം അതുപോലെ തന്നെ ലോകജീവൻ പൊതുജീവിതം സാധാരണ ആളുകളുടെ ജീവിതം അവർ വിവിധ വിഷയം അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളിലെ നിയമിത ലേഖൻ ഉറപ്പായിട്ടുള്ള ലേഖനങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് ആ രാജ്യത്തെ ആ പ്രദേശത്തെ പബ്ലിഷ് ചെയ്തിട്ടുള്ള ന്യൂസ് പേപ്പറുകളിലും മാഗസിനുകളിലും ചരിത്രം അതുപോലെ സംസ്കാരം അതുപോലെ തന്നെ പൊതുജനങ്ങളുടെ ജീവിതം ഇതിനെല്ലാം വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ടെന്ന് പറയുന്നത്. കൈ സമ്പാദിത സംഗ്രഹമേ കഹാനിയോം കാ സങ്കലൻ അതുപോലെ തന്നെ അദ്ദേഹം എഡിറ്റ് ചെയ്തിട്ടുള്ള സമാഹാരങ്ങളിലെ കഹാനിയോം കാ സങ്കലൻ കഥകളുടെ സമാഹാരങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ എഡിറ്റിംഗ് നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ
എഡിറ്ററായിട്ട് അദ്ദേഹം ചെയ്തിട്ടുള്ള കുറച്ച് കഥകളുടെ സമാഹാരങ്ങളും അദ്ദേഹത്തിൻ്റേതായിട്ടുണ്ട്. अंग्रेज़ी, मराठी, कन्नड़, पंजाबी और गुजराती सहित कई अन्य भाषाओं में कहानियों के अनुवाद आदि शामिल हैं. അതുപോലെ തന്നെ ഇംഗ്ലീഷ്, മറാഠി, കന്നഡ, പഞ്ചാബി, ഗുജറാത്തി തുടങ്ങിയ മറ്റ് അന്യഭാഷകളിലും കഥകൾ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അന്യഭാഷാവുമേ കഹാനിയൊക്കെ അനുവാദ് ആദി ശാമിൽ ഹേ, കഥകളുടെ ട്രാൻസ്ലേഷൻ തുടങ്ങിയതിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്, പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ SR ഹാർനട്ട് ജനിച്ചത് 1955 സാധാരണ ജനങ്ങളുടെ, അതായത് ദരിദ്രരായിട്ടുള്ള പാവങ്ങളായിട്ടുള്ള ആളുകളുടെ കഷ്ടപ്പാടുകളും വേദനകളുമാണ് അദ്ദേഹത്തിൻ്റെ കഥകളുടെ വിഷയമായിട്ട് മാറിയിട്ടുള്ളത്. കുറച്ച് പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതായത് ഹിമാചൽ പ്രദേശിലെ, പ്രത്യേകിച്ച് ഇവിടെ നമ്മൾ പറയുന്നുണ്ട്, അതായത് ഉത്തരാഞ്ചൽ അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശ്, അവരെക്കുറിച്ചുള്ള രചനകളൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ തന്നെ മുൻനിർത്തിക്കൊണ്ട് അവരുടെ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് അവരനുഭവിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അതെല്ലാമാണ് ഇവിടെ കഥാവിഷയമായിട്ട് അദ്ദേഹം തിരഞ്ഞെടുത്തിട്ടുള്ളത്. SR ഹാർനട്ടിൻ്റെ രചനയുടെ പേര് M.com എന്നാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പഴയ പാരമ്പര്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന പ്രായമായിട്ടുള്ള ആളുകളെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ഇന്നാണെങ്കിൽ നമുക്ക് ജനനമായാലും മരണമായാലും ഏത് കാര്യമായാലും നമുക്ക് രജിസ്ട്രേഷൻ എന്ന് പറയുന്നുണ്ട്. പക്ഷെ പണ്ടത്തെ കാലത്ത് അങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നില്ല. നമ്മൾ താഴേക്കിടയിൽപ്പെട്ട് കിടക്കുന്ന ചമാറുകൾ എന്ന് പറഞ്ഞാൽ അവർ ചെയ്തിരുന്നൊരു പണിയാണ്, മരിച്ചു കഴിഞ്ഞാൽ, ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അവരെ തന്നെയാണ് അറിയിക്കുക. ആ ബോഡി കൊണ്ടുപോയി അതിനെ കൊണ്ടുപോകുന്ന പണി എന്ന് പറയുന്നത് ചമാറുകൾക്കായിരുന്നു. അപ്പോൾ അവിടെ മൃഗങ്ങൾ, പ്രത്യേകിച്ച് മൃഗങ്ങൾ ചത്തു കഴിഞ്ഞാൽ ചെയ്തിരുന്നത് എങ്ങനെയാണ്, നമ്മൾ അവയെ ഈ ചമാറുകൾ, അതായത് ചെരുപ്പൂത്തികൾ, അവരതിൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ, ചെറുതും വലുതുമായിട്ടുള്ള കഷ്ണങ്ങളാക്കിയിട്ട് അവരെന്ത് ചെയ്യും, പാടത്തും പറമ്പിലൊക്കെ വെതറിയിടുക ചെയ്യാന്ന് പറയുന്നത്. അപ്പോൾ അതും ആ സാധനങ്ങൾ ഭക്ഷണമാക്കാനായിട്ട് പക്ഷികൾ, കഴുകന്മാർ, മൃഗങ്ങളൊക്കെ വന്ന് തിന്നു പോകുന്നതാണ് പറയുന്നത്. പിന്നീട് അങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞപ്പോൾ അവിടെ അങ്ങനെ ഒരു പണി ചെയ്യാനായിട്ടുള്ള ആളുകളില്ലാത്തൊരവസ്ഥ വന്നു ചേരുകയാണ്. അതായത് അവിടെ ഉണ്ടായിരുന്ന ചമാറുകൾ അവർക്ക് പ്രായമായി, ഇങ്ങനെ ചത്ത മൃഗങ്ങളുടെ ശരീരം കൊണ്ടുപോകാനുള്ള ആരോഗ്യമില്ലാത്ത അവസ്ഥയിലായി. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് അവിടെ രജിസ്ട്രേഷൻ ആരംഭിക്കുന്നതായിട്ടാണ് ഈ കഥ പറയുന്നത്. അതായത് M.com എന്നാണ് കഥയുടെ നമ്മുടെ പേര്. മാംനെ ആജ് തടുക്കെ കോയി കാം നഹി കിയ. നമ്മുടെ കഥ ആരംഭിക്കുകയാണ്. മാംനെ ആജ് തടുക്കെ കോയി കാം നഹി കിയ. ഇന്ന് ആ അമ്മ, തടുക്കെ എന്ന് പറഞ്ഞാൽ സബേരെ, അത് രാവിലെ, കോയി കാം നഹി കിയ, ഒരു ജോലിയും ചെയ്തില്ല. അമ്മ എഴുന്നേറ്റു, രാവിലെ എഴുന്നേറ്റു, പക്ഷേ ഒരു ജോലിയും ചെയ്യുന്നില്ല. न चूल्हे में आग लगाई, न आटा चलीरा गोल कर गाय के लिए घोरट ही बनाया. चूल्हे में आग लगाई, ആഗ് ജലായി. ആഗ് ജലായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീ ചോറ് വയ്ക്കാനായിട്ട്, അല്ലെങ്കിൽ തീ കത്തിക്കുന്നില്ല. അന്ന് രാവിലെ എഴുന്നേറ്റ് ഒരു പണിയും ചെയ്യുന്നില്ല, അടുപ്പ് കത്തിക്കുന്നില്ല. ചൂൽഹ എന്ന് പറഞ്ഞാൽ അടുപ്പാണ്, അടുപ്പ് കത്തിക്കുന്നില്ല. ന ആട്ട ചലീര ഗോൽക്കർ, അത് ആട്ട, അതുപോലെ തന്നെ ആട്ട ചലീര എന്ന് പറഞ്ഞാൽ ഗോതമ്പ് മാവ് അല്ലെങ്കിൽ ആട്ടമാവ്, അത് ഗോൽക്കർ, അത് മിക്സ് ചെയ്തിട്ട് ഗായ്ക്കേലിയെ, പശുക്കൾക്ക് വേണ്ടിയിട്ട് ഗോരറ്റ് ഹി ബനായ, കാലിത്തീറ്റ ഉണ്ടാക്കുന്നത്. ഗോരറ്റ് എന്ന് പറഞ്ഞാൽ കാലിത്തീറ്റയാണ്. അപ്പം രാവിലെ എഴുന്നേറ്റ് വന്ന് അടുപ്പ് കത്തിക്കുന്നില്ല, പശുവിന് വേണ്ടിയിട്ട് കാലിത്തീറ്റ തയ്യാറാക്കുന്നില്ല. ഇങ്ങനെയാണ് കാലിത്തീറ്റ തയ്യാറാക്കുന്നത്. ആട്ടാ ചലീര ഗോൽക്കർ, ആട്ടയും ആട്ടമാവ് അത് മിക്സ് ചെയ്തിട്ടാണ് അവിടെ ഗോരഡ് ഉണ്ടാക്കിയിരുന്നത്. അത് ചെയ്യുന്നില്ല. न बिल्ली की कटोरी में लस्सी उंडेली, न बाहर आंगन के पेड़ पर लगाए पौ में चिड़ियों को पानी ही डाला. രാവിലെ എഴുന്നേറ്റ് പൂച്ചയുണ്ട്, കിളികളുണ്ട്,
ബില്ലിക്ക് കട്ടൗരിമേ, പൂച്ചയ്ക്ക് കൊടുക്കുന്ന ആ കിണ്ണത്തിൽ, ആ ചെറിയ പാത്രത്തിൽ ഇന്ന ലസ്സി ഉണ്ടേലി, പാലും ലസ്സിയൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. ഉണ്ടേലിനെ തന്നെ ഒഴിച്ചു കൊടുക്കുക. എന്നാ അവിടെ ചെയ്യുന്നില്ല. അപ്പോൾ പൂച്ചയ്ക്ക് പാല് ഒഴിച്ചു കൊടുക്കുന്നില്ല. എന്നാൽ ബാഹറാങ്കൻ കെ പേടിപ്പറം, അതുപോലെ തന്നെ പുറത്ത് ആ മുറ്റത്ത് നിൽക്കുന്ന മരത്തിൻ്റെ മുകളിൽ ഏക്ക് പൗമേ, പൗ എന്ന് പറഞ്ഞൊരു കുടുക്കപാത്രമാണ്, പൗമേ ചിടിയോക്കോ പാനി ഹി നടാല, കിളികൾക്കുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല. അപ്പോൾ മൃഗങ്ങൾക്കും പശുവിനും മാത്രമല്ല പൂച്ചയ്ക്കും ഒന്നും കൊടുക്കുന്നില്ല, പക്ഷികൾക്കും വെള്ളം പോലും ഒഴിച്ചു കൊടുക്കുന്നില്ല. अपनी बैटरी ली और बाहर निकलते बीड़ी सुलगाली. അങ്ങനെ അവർ ആ ബാറ്ററി എടുത്ത് ടോർച്ച് എടുത്ത് പുറത്തേക്ക് പോകുമ്പോൾ അവരൊരു ബീഡി കത്തിക്കുന്നുണ്ട്. ബീഡി സുലഗാതി, ബീഡി കത്തിക്കുന്നുണ്ട്. ദരാട്ട് ലേന മാം നഹീം ഭൂലിത്തി. ദരാട്ട് ലേന എന്ന് പറഞ്ഞാൽ പുകയെടുക്കുക. അപ്പം ബീഡി കത്തിച്ച് പുകയെടുക്കാൻ മാത്രം അമ്മ മറന്നു പോയിട്ടുണ്ടായിരുന്നില്ല. മാം നഹീം ഭൂലിത്തി, അമ്മ മറന്നിട്ടുണ്ടായിരുന്നില്ല. ദർവാസ ബന്ദ് കിയ അവർ താല ലഗാക്കർ സീതി ഗൗശാലയ്ക്ക് പാസ് ചലി ഗയി. അങ്ങനെ വാതിലടച്ച് താല ലഗാക്കർ, അടച്ച് പൂട്ടിയിട്ട്, താഴിട്ട് പൂട്ടിയിട്ട്, താക്കോലിട്ട് പൂട്ടിയിട്ട് സീതി ഗൗശാലയ്ക്ക് പാസ് ചലി ഗയി, നേരെ ഗോശാലയിലേക്ക് പോവുകയാണ്, തൊഴുത്തിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് എന്നും ചെയ്യാറുള്ളത് പോലെ അമ്മ എഴുന്നേറ്റ് ഒരു ജോലിയും ചെയ്യുന്നില്ല. അടുപ്പ് കത്തിക്കുന്നില്ല. പൂച്ചയ്ക്കോ പശുവിനോ പക്ഷികൾക്കോ ഒന്നും തന്നെ കൊടുക്കുന്നില്ല. നേരെ ടോർച്ചെടുത്ത് ഒരു ബീഡിയും കത്തിച്ച് പുറത്തേക്ക് ഇറങ്ങാണ്. പുകയെടുക്കാൻ മാത്രം അമ്മ മറന്നു പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ വാതിലടച്ച് പൂട്ടിയിട്ട്, താക്കോലിട്ട് പൂട്ടിയിട്ട് നേരെ തൊഴുത്തിലേക്കാണ്, ഗോശാലയിലേക്കാണ് അമ്മ പോകുന്നത്. സുബഹ കാ സമയ മാം കെ ലിയേ ജ്യാദാ വ്യസ്തതാവും കാ ഹുവാ കർത്താ താ. സാധാരണ രാവിലെ സമയം എന്ന് പറയുന്നത് അമ്മയ്ക്ക് വളരെയധികം തിരക്ക് പിടിച്ച ഒരു സമയമായിരുന്നു. വ്യസ്തത എന്ന് പറഞ്ഞാൽ ബിസി ആയിട്ടുള്ള സമയമാണ്. ജയ്സേ ഹി ഉടുത്തി ആങ്കന്മേ ചിടിയാൻ ചഹചഹാനയിലേക്ക്. എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ തന്നെ കാണാൻ മുറ്റത്ത് പക്ഷികൾ ചിലയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. ബില്ലി ദൂത് ലസ്സി കേലിയെ ബാവലി ഹോ ജാത്തി. പൂച്ചയ്ക്ക് പാലും ലസ്സിയൊക്കെ കിട്ടാനായിട്ട് അവിടെ എന്താ പറയുക, ബഹളമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. ബാവലി എന്ന് പറഞ്ഞാൽ ചാടിയും പിടിക്കുക. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കാണുന്ന കാര്യം ഇങ്ങനെയാണ് ചെയ്യുന്നത്. അതായത് സാധാരണ രാവിലെ എന്ന് പറഞ്ഞാൽ വളരെ തിരക്ക് പിടിച്ച സമയമാണ്. പൂച്ച, അതുപോലെ തന്നെ കിളികൾ, പശു എല്ലാം ഉണ്ട്. ഇപ്പോൾ കിളികൾ ബഹളം വെച്ച് തുടങ്ങിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ പൂച്ച പാലിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവുമോ. ഗോശാലയമ്മേ പശു രംഭാനെ ലഗ്തേ और മാം രസോയി സേ ഹി ഉൻസെ ബത്തിയാത്തി രത്തി. ഗോശാലയിലാണെങ്കിലോ പശു രംഭാനെ ലഗ്തേ, പശു അവിടെ കരയാനായിട്ട് തുടങ്ങിയിട്ടുണ്ടാവും. മാം രസോയി സേ ഹി ഉൻസെ ബത്തിയാത്തി രത്തി. അമ്മയാണെങ്കിലോ അടുക്കളയിൽ നിന്നുകൊണ്ട് തന്നെ, രസോയി സേ ഹി അടുക്കളയിൽ നിന്നുകൊണ്ട് തന്നെ, ഉൻസെ ബത്തിയാത്തി രത്തി മൃഗങ്ങളായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കും. അങ്ങനെയാണ് സാധാരണ പതിവ്. പരന്തു ആജ് ഐസ കുച്ച് നഹീ താ. പക്ഷേ ഇന്ന് അങ്ങനെ ഒന്നും തന്നെയില്ല. രാവിലെ എഴുന്നേറ്റ് ഒന്നും തന്നെ ചെയ്യുന്നില്ല. ഖാമോശി കാ സിൽസില ദഹ്ലീജ് കെ ഭീതർ സേ ഹി ശുരു ഹോ ഗയാ താ. ആ നിശബ്ദത എന്ന് പറയുന്നത് അത് ദഹ്ലീജ് കെ ഭീതർ സേ ഹി, അതായത് സിറ്റ് ഔട്ടിനുള്ളിൽ നിന്ന് തന്നെ, അതായത് വീടിനുള്ളിൽ നിന്ന് തന്നെ ശുരു ഹോ ഗയാ താ. സിറ്റൗട്ടിനുള്ളിൽ നിന്ന് തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നിശബ്ദത എന്ന് പറയുന്നത്. ഖാമോശി. മാം ഇൻ ദിനോ നയെ ഭജനോं के कैसेट कबीर अमृतवाणी अपने टेप रिकॉर्डर में खूब सुना करती, लेकिन आज वह भी चुप था. അമ്മ ഈ ദിവസങ്ങളിലൊക്കെ രാവിലെ പുതിയ പുതിയ ഭജനകളുടെ കാസറ്റ്, കബീർ അമൃതവാണി, അത് കബീർ അമൃതവാണി എന്ന് പറയുന്ന പരിപാടി അത് രാവിലെ എന്നും ടേപ്പ് റിക്കോർഡിൽ വളരെയധികം കേട്ടുകൊണ്ടിരുന്നതാണ്. ഇന്ന് ആജ് വഹ് ബി ചുപ്ത, ഇന്ന് ടേപ്പ് റിക്കോർഡറും മിണ്ടുന്നില്ല, കാസറ്റ് ഇട്ടിട്ടില്ല. ബില്ലി നെ ബി മാം കോ പഹലെ ജൈസ തങ്ക് നഹീ കിയ. പൂച്ചയാണെങ്കിൽ മുമ്പ് അമ്മയുടെ അടുത്ത് എങ്ങനെയാണോ ശല്യം ചെയ്യുന്നത് അതൊന്നും പൂച്ചയും ചെയ്യുന്നില്ല. ചുപ് ചാപ്പ് എ കോനെ മേ ദുബ്കി രഹി.
ഒന്നും മിണ്ടാതെ ഒരു മൂലയിൽ പോയിട്ട് ദുഃഖിരഹി ഒളിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ആംഗൻ കെ പേടോം പർ ഏക് ബി ചിടിയാ നഹീ തീ. വീടിൻ്റെ മുറ്റത്ത് ഒരു പക്ഷി പോലും ഉണ്ടായിരുന്നില്ല. സബി പോക്കെ ഈദ് ഗിർദ് ചുപ്ചാ ബൈഠി തീ. എല്ലാ കിളികളും ഈ പാത്രം വെച്ചു കൊടുക്കുന്നതിൻ്റെ ചുറ്റും മിണ്ടാതിരിക്കുകയാണ്. അപ്പോൾ ആരും ബഹളം വെക്കുന്നില്ല. സാധാരണ ഉണ്ടായിരുന്നതിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇന്ന് എഴുന്നേറ്റപ്പോൾ അവിടെ കാണുന്നത്. അതിനുള്ള കാരണം എന്താണെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.